നമസ്കാരം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന മത്സരം എല്ലാവരും ആവേശഭരിതരായി നോക്കിയിരിക്കുന്ന ഒരു മത്സരമാണ്. കാരണം ഇപ്പോൾ അഭിഷേക് ചെറിയൊരു ഫ്ലോപ്പിലൂടെ നടന്നു നീങ്ങുന്നത് കൊണ്ട് തന്നെ സഞ്ജു ഉടനെ ഈ മാച്ചിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ അഭിഷേക് ശർമ്മ തീർച്ചയായും വേണമെന്നുള്ള ആവശ്യവും വേണ്ട എന്നുള്ള ആവശ്യവും നിരത്തിക്കൊണ്ട് പലരും എത്തുന്നുണ്ട്. എന്നാൽ തീർച്ചയായും അദ്ദേഹം വേണമെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരുമെന്നും അത്തരത്തിൽ ഒരു കളി കൊണ്ടോ 2 കളി കൊണ്ടോ 3 കളി കൊണ്ടോ മാത്രം നല്ല ഇന്നിങ്സ് ഉള്ള ഒരു താരത്തിനെ ഫോം ഔട്ടായി കണക്കാക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹത്തിന്റെ താഴ്ച ഉയർച്ചകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ പറയുന്ന നിരവധി താരങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പ്രധാന അഭിപ്രായമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുൻ ഓപ്പണറായിട്ടുള്ള ആകാശ് ചോപ്ര തന്നെയാണ് എന്ന് പറയാം. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 മത്സരങ്ങളിലും ഡെക്കായ അഭിഷേകിനെതിരെ കടുത്ത വിമർശനം എല്ലായിടത്തും ശക്തമായി നിൽക്കുന്നുണ്ട്. കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോകുന്ന അഭിഷേകിനെ മാറ്റി അവിടെ സഞ്ജുവിനെ നിർത്തണം എന്നതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ സഞ്ജു സാംസണിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരണമെന്ന് പലരും ആവശ്യപ്പെട്ടും കഴിഞ്ഞു. എന്നാൽ അഭിഷേകിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കരുത് എന്നാണ് ചോപ്ര ഉറപ്പിച്ചു പറയുന്നത്. ഇതിനുള്ള കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്നും നമുക്ക് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ഭാവി തള്ളി മാറ്റാനാകില്ല എന്നുമാണ് പറയുന്നത്. സഞ്ജുവിന് മതിയായ അവസരങ്ങൾ എല്ലാം കൊടുത്തു എന്ന് നമുക്കറിയാം. കാരണം സഞ്ജുവിന് കഴിഞ്ഞ സീരീസ് മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അഭിഷേകിന് ചില അസ്വസ്ഥതകൾ കാരണം അദ്ദേഹം പുറത്തായിരുന്നപ്പോഴും സഞ്ജുവിന് കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നിട്ട് മികവുറ്റ ഒരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് സഞ്ജുവിന് നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിഷേകിന്റെ മത്സരം അല്ലെങ്കിൽ അദ്ദേഹം കളിക്കാൻ അദ്ദേഹത്തിന് ഫിസിക്കലി ഒരു പ്രശ്നവുമില്ലാതെ കളിക്കാൻ നിൽക്കുന്ന ഈ ഒരു മത്സരം സഞ്ജുവിന് വെറുതെ കൊടുക്കാൻ സാധിക്കില്ല. അത് നല്ലൊരു കാര്യമായിട്ട് ആർക്കും അംഗീകരിക്കാനാകില്ല. ഒരു നല്ല ക്രിക്കറ്റ് പ്രേമിക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിൽ നിന്നും തന്നെ അഭിഷേക് ശർമ്മയെ മാറ്റാനുള്ള സമയമായിട്ടില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഒരാളാണ് ആകാശ് ചോപ്രയുടെ അഭിപ്രായവും. ടീമിന്റെ ബാറ്റിംഗ് കോമ്പിനേഷനെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അഭിഷേക് ശർമ്മയെ ഓപ്പണറുടെ റോളിൽ നിന്നും ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നും അത് മാറ്റരുതെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് മോശം സമയത്തിലൂടെ കടന്നു പോവേണ്ടതായി വരും. ഒരു താരം 1-2 തവണ 0-ന് പുറത്താവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിഷേക് ശർമ്മ 3 തവണയാണ് ഡെക്കായത്. ഓക്കെ, പ്രശ്നമില്ല. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും ഇത് സംഭവിച്ചു. പക്ഷെ അതിനുശേഷം റൺസ് സ്കോർ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രകടനത്തിന്റെ പേരിൽ നിങ്ങൾ ടീമിൽ നിന്നും പുറത്താക്കാനുള്ള സാധിക്കുന്ന കാര്യം നല്ലെന്നും പുറത്താക്കാനാകില്ല എന്നും ചോപ്ര വ്യക്തമാക്കി. T20 ലോകകപ്പിൽ ഇപ്പോൾ വളരെ മോശം ഫോമിലാണെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചെടുത്ത് നോക്കിയാൽ എക്സ് ഫാക്ടർ തന്നെയാണ് അഭിഷേക് ശർമ്മ എന്നാണ് ആകാശ് ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നത്. അഭിഷേക് ശർമ്മ തീർച്ചയായും ഒരു എക്സ് ഫാക്ടറാണ്. അവരുടെ ടീമിന്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നും പറയുന്നുണ്ട്. അഭിഷേക് കളിക്കാൻ തുടങ്ങുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യേണ്ടതായി ഉണ്ട് എന്നും പറയുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും പറയുന്നു. നമ്മൾ ധൃതി പിടിച്ച് അവനെ മാറ്റാനുള്ള നീക്കം നടത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്നും ചോപ്ര നിരീക്ഷിച്ചു. സഞ്ജു സാംസൺ അത്ര മികച്ച ഫോമിലൊന്നുമല്ല ഇപ്പോഴുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവനോട് അനീതിയാണ് കാണിക്കുന്നതെന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്നും ഇപ്പോൾ ആകാശ് ചോപ്ര പലരും വെളിപ്പെടുത്തുന്നുണ്ട്. ആകാശ് ചോപ്ര ഇപ്പോൾ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്.